ദീപക്കേട്ടനെ കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം. ഈ കേസ് അന്വേഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കാനുണ്ട്. കാരണം അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയും അതിനുശേഷം ഷിംജിതക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ഒട്ടനവധി കംപ്ലൈന്റുകളാണ് DGPയുടെ ഓഫീസിൽ എത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം, രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലൈന്റ് ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല ഭാഗത്തുനിന്നും DGPയുടെ ഓഫീസിലും പല പോലീസ് സ്റ്റേഷനിലേക്കും ഒരുപാട് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ദീപക്കേട്ടന്റെ വീട്ടുകാർ കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് പോലീസ് ഇന്ന് പോയി മൊഴിയെടുത്തിട്ടുണ്ട്. വീട്ടുകാരുടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം. അതിനു മുൻപായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ് ദീപക്കേട്ടനെ കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം. പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പൊ പുള്ളി ചോദിച്ചു, മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ. അപ്പൊ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഏട്ടാ സാറില്ല, അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ട്, ഇതിപ്പോ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു, കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളോടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വ്യക്തിയെയാണ് മറ്റൊരു രീതിയിലേക്ക് കാണിച്ച് അവസാനം ആ വ്യക്തിയുടെ ജീവൻ എടുത്തിട്ടുള്ളത്, അയാളെ കൊന്നിട്ടുള്ളത് എന്ന് പറയണം. കാരണം ഇതുവരെ കാണാത്ത ഏതോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിന് വന്നപ്പോൾ ആ കുട്ടിയെ സഹായിക്കാൻ മനസ്സ് കാണിച്ച വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി. അവിടെ തീർന്നില്ല. ആ വ്യക്തി അതിനുശേഷം ഈ കുട്ടിക്ക് ടെൻഷൻ ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എക്സാം ഫിയർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ടെൻഷനിൽ നിന്നും പറ്റുന്ന പോലെ മുക്തി കൊടുക്കാനും മോട്ടിവേഷൻ നൽകാനും ശ്രമിച്ച വ്യക്തിയാണ് ഇയാൾ. ഈ വ്യക്തിയെ കുറിച്ചാണ് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച ഒരു വീഡിയോ ഇട്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവൻ തന്നെ എടുത്തിട്ടുള്ളത്. അമ്മയുടെ വാക്കുകൾ കേൾക്കാം. മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട്, എന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്, എന്തിനമ്മ ചെയ്തത്, എന്തിനു സ്വപ്നം ചെയ്തത്. അമ്മ നിക്കണത് സമാധാനത്തിലാണ്. എന്നെ കൊണ്ടുപോകണം മോനെ. കേവലം ഒരു റീച്ചിന് വേണ്ടി ഇതുപോലുള്ള വീഡിയോ ചെയ്ത ആള് ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഷിംജിത ചെയ്തതുപോലെയുള്ള വീഡിയോ. ഷിംജിതക്ക് മനസ്സമാധാനമായി ഇനി ഉറങ്ങാൻ സാധിക്കുമോ? ഈ അമ്മയുടെ ശാപം ഏൽക്കാതിരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഈ ഒരു അമ്മയുടെ ശാപം മാത്രമല്ല, ഒട്ടനവധി ഈ വീഡിയോ കണ്ടിട്ടുള്ള, അതായത് ഈ വ്യക്തി ദീപക് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടിട്ടുള്ള അറിഞ്ഞ ആളുകൾ എത്ര പേര് ശപിക്കുന്നുണ്ടാവും. ഈ ശാപത്തിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകുമോ? ഈ കേസ് അന്വേഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കാനുണ്ട്. കാരണം അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയും അതിനുശേഷം ന്യൂസിന് കൊടുത്തിട്ടുള്ള, അതായത് ന്യൂസിൽ പറഞ്ഞിട്ടുള്ള, ഈ ഷിംജിത എന്ന് പറയുന്നവർ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഭയങ്കര കോൺട്രഡിക്ടറി ഉണ്ട്. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. കാണാത്തവർ കണ്ടോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറങ്ങി ഓടി, പിന്നീട് പറഞ്ഞു ഇല്ല, പിന്നെ ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നു. അതൊന്നും ഈ വീഡിയോയിൽ എവിടെയും കാണുന്നില്ല. ഈ ഷിംജിത പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ എവിടെയും ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചതോ അതിൽ മനസ്സിലായിട്ടുള്ളൂ. ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ തൊട്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിലാണ് ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല,
ഇപ്പോൾ ന്യൂസിന് കൊടുത്തിട്ടുള്ള, അതായത് ന്യൂസിൽ ഷിംജിത പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഒന്ന് രണ്ട് പുതിയ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേഷനിലുള്ള ഒരു പോലീസിനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പോലീസുകാരനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇതുപോലെ ഒരു ഇഷ്യൂ, അതായത് ബസ്സിൽ നിന്നും ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറയോ നിങ്ങൾ എന്താ വീഡിയോ ഇട്ടോ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്? ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറയോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പോലീസുകാരനും അത് പറയില്ല. കാരണം സ്ത്രീകൾക്കെതിരെ ഉള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഓഫ് കോഴ്സ് കേസ് എടുക്കാനാണ് പറയാ, കേസ് കൊടുക്കാനാണ് പറയാ, കേസ് ഫയൽ ചെയ്തിട്ട് അതിനുശേഷം ബാക്കി നോക്കാമെന്നാണ് പറയാ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടോ? സോഷ്യൽ മീഡിയ ആരാണ്? സോഷ്യൽ മീഡിയ ആണോ കോടതി? ഒരിക്കലുമല്ല. ഇവിടെ നിയമമുണ്ട്, ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ എന്ത് കണ്ടാലും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളതല്ല. നമുക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അത് ചോദിക്കണം. അതിനുശേഷം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളൂ, ഇത് ഇനി റീച്ചായി ഇവരുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കാണട്ടെ എന്നേരി, അതല്ല വേണ്ടത്. കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു കണ്ടക്ടർ. അതുപോലെ അതിന്റെ ആദ്യം ഇവർ പറഞ്ഞിട്ടുള്ളത് മുന്നിലുള്ള ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു അനുഭവം തോന്നി. അതായത് ഇവർക്ക് തോന്നി എന്നാണ് പറയുന്നത്. എല്ലാം ഒരു അസംഷൻ ആണ്. ഇവർക്ക് തോന്നി ആ ഒരു സ്ത്രീ അൺകംഫർട്ടബിൾ ആണ്. അതിനുശേഷമാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീയെ കണ്ടെത്തണം. ആ സ്ത്രീക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് മാത്രമല്ല, അതിനുശേഷം ഇവർ ഇറങ്ങി ഓടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരാളോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന്. ആ വ്യക്തി ആരാണ്? കണ്ടാ തിരിയുമല്ലോ. ഷിംജിത അവിടെ നടന്നിട്ടുള്ള കാര്യമാണെങ്കിൽ അത് കണ്ടാ തിരിയുമല്ലോ. കാരണം ഈ കാര്യങ്ങളൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. ഇത് ജസ്റ്റ് ഇപ്പോൾ ന്യൂസിൽ ഷിംജിത പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ പല കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഷിംജിതയുടെ വീഡിയോയും അതുപോലെ ന്യൂസിന് കൊടുത്തിട്ടുള്ള ക്ലിപ്പിംഗ്സിലും രണ്ടിലും രണ്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ട്. പലതും അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തോന്നലിന്റെ പേരിലാണ് ഒരു വ്യക്തി ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, സ്വന്തം ജീവൻ എടുത്തു. അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോന് കാരണമായിട്ടുള്ളത് ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു, ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല ബസ്സുകളിൽ നിന്നും. ഇതിൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള, അതായത് ജെന്യൂൻ കേസസ് ഉണ്ടാവുമല്ലോ, ഈ ജെന്യൂൻ കേസസ് ഉണ്ടാവുന്ന അവർക്കാണ് ഇനി ബുദ്ധിമുട്ട് വരിക. കാരണം അവരിനി ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ ഒക്കെ ഒരുങ്ങുന്നതിന് മുൻപ് 10 തവണ ചിന്തിക്കും. അവർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഫേക്ക് ആണെന്ന് പറയുമോ ആളുകൾ, ഈ ഒരു കേസിൽ പറഞ്ഞതുപോലെ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വന്ന് അവർ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കേസസ് ഇനി കാണുമ്പോൾ ഇതുപോലെ അതിൽ സത്യാവസ്ഥയുണ്ടോ, അല്ല അത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ എന്ന പല സംശയങ്ങളും ആളുകളിൽ ഉണ്ടാക്കും. ഇതുപോലത്തെ ചില വീഡിയോകൾ, എല്ലാ വീഡിയോയും പറയുന്നില്ല, കാരണം പല വീഡിയോകളിലും മനഃപൂർവ്വം ടച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജെന്യുവിൻ അല്ലാത്ത ഒരുപാട് വീഡിയോസ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾക്ക് സംശയമായിട്ടുള്ളത്, ഏതാണ് ജെന്യുവിൻ കേസസ്, ഏതാണ് ജെന്യുവിൻ അല്ലാത്തത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത് ജെന്യുവിൻ അല്ല. കാരണം അതിൽ ഇവർ പറയുന്ന ഒരു കാര്യവും അവിടെ കാണുന്നില്ല. ആ വീഡിയോയിൽ ഇറങ്ങാൻ പോകുമ്പോഴാണ് ടച്ച് ചെയ്യുന്ന ഒരു സീൻ കാണുന്നത്. പക്ഷെ അത് തന്നെ അവർ ആ പൊസിഷനിലുള്ള ചേഞ്ചസ് മൂലം, അതായത് എങ്ങനെ നോക്കിയിട്ടും 2-3 പൊസിഷനിൽ വെച്ചിട്ട്, ആംഗിൾസിൽ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടും ടച്ചിങ്സിന്റെ കാണുന്നില്ല. അവസാനം ഒരു ആംഗിളിൽ വെച്ച് അവർ എങ്ങനെയെങ്കിലും ടച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ ആക്കി ആ ഒരു വീഡിയോയിൽ ആ ഒരു ചെറിയൊരു പോർഷൻ കിട്ടി അവർക്ക്. അപ്പോൾ അത് വെച്ച് അവരത് പോസ്റ്റ് ചെയ്തു. അവര് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ആ കാര്യം. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ചെയ്യുമ്പോൾ ജെന്യുവിൻ കേസസ് ഇതിന്റെ അടിയിലേക്ക് പോകും. അവർക്ക് ജെന്യുവിൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ മടി വരാൻ തുടങ്ങും. കാരണം ആളുകൾ ഇനി എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കാമെന്ന് അറിയില്ല എന്ന ഒരു രീതിയിൽ. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും
ഫേക്കായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആളുകളുണ്ട്. റീച്ച് കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതൊരു പാഠമാണ്. ഇതുപോലെ റീച്ച് കിട്ടാൻ വേണ്ടി ഫേക്കായി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പാഠമാണിത്. ഇത് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇതൊരു പാഠമായി മാറുകയുള്ളൂ. അല്ല ഇവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യും. ദീപക്കേട്ടനെ പോലെ ഒരുപാട് പേർ ഇനിയും ഇതുപോലെ അനുഭവിക്കേണ്ടി വരും. ഇതൊരു രക്തസാക്ഷിയാണ് ദീപക്കേട്ടൻ എന്ന് പറയുന്നത്. അത് അവസാനത്തെ രക്തസാക്ഷി ആവണം. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇതുപോലുള്ള ബസ്സിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും കാണുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 വീഡിയോസ് ഈ ബസ്സിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാണ് ജെന്യൂൻ അല്ലാത്ത എന്ന് ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാവാത്ത രീതിയിലായിട്ട് മാറിയിട്ട് ഇരിക്കുകയാണ്.